ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ആനുവലിലേക്ക് പോവാണ്. നിങ്ങൾ എല്ലാവരും മുഴുവൻ വീഡിയോ കാണണേ. ബൈ. അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. നമ്മൾ പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഗൈസ്. നമ്മൾ സ്കൂൾ ഒരു കുന്നിൻ്റെ മേലെയാണ്. നമ്മൾ കൊടുത്ത സ്ഥലത്താണ് നമ്മളെ സ്കൂള്. എൻ്റെ അച്ചാച്ചനും അച്ചമ്മയും ഒക്കെ താമസിച്ച സ്ഥലമാണ് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കൊടുത്തിട്ടാണ് അവർ ഈ കുന്നിൻ്റെ മുകളിൽ സ്കൂളാക്കിയത്. നമ്മൾ സ്കൂളിൽ എത്തി ഗൈസ്. ക്രിസ്മസ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഗൈസ്. മുന്നിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കളിക്കാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കൊയിലാണ്ടി സ്കൂൾ പോലെയല്ല, ഒട്ടുമല്ല ഗൈസ്. പിന്നെ അവിടെ കുറേ സ്ലൈഡൊക്കെ കണ്ടോ ഗൈസ്. ഒറ്റ സൈഡേ ഉള്ളൂ ഗൈസ്, വിഷമിക്കണ്ട. പിന്നെ അവിടെ ഒരു പുൽക്കൂടുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. അവിടെ കുറേ സ്റ്റാറൊക്കെ വെച്ചിനല്ലോ, എന്നടുത്തേക്ക് പോയി നോക്കട്ടെ. പുൽക്കൂടിൻ്റെ മുന്നിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ കണ്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഉണ്ണിയേശു എടേ വെയിലടിച്ച് കിടക്കുന്ന ഉണ്ണിയേശുവാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഗൈസ്. അതിൻ്റെ അടുത്ത് കുറേ പ്രതിമകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഗൈസ് ഉണ്ണിയേശുവിന്. ഉണ്ണിയേശു ടാറ്റ ബൈ ഉണ്ണിയേശു. പിന്നെ നമ്മൾ നേരെ പോയത് മേലോട്ടാണ്. കരാട്ട കാണാനാണ് നമ്മൾ പോയത് ഗൈസ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ യോഗ തുടങ്ങി ഗൈസ്. ചെറിയ കുട്ടികൾക്കൊന്നും യോഗയില്ല, വലിയ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ യോഗ. കഷ്ടം. പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അപ്പം നിങ്ങൾ ഫോട്ടോഗ്രാഫറെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ തല കാണുന്നില്ല ഗൈസ് യോഗ ചെയ്യുമ്പോൾ, ആ കറക്റ്റം കാണണം ഗൈസ്. പിന്നെ അയാൾ കുനിഞ്ഞു നിന്നപ്പോൾ അയാൾ തല കണ്ടു ഗൈസ്. കുറേ പരിശ്രമിച്ചിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ ഗസ്റ്റായിട്ടുള്ള ഒരു സാറാണ് ഗൈസ് ഇത്. അയാൾ കുട്ടികൾക്ക് വേണ്ടി പാട്ട് പാടുകയാണ്. അയാളെ പാട്ട് കേട്ടപ്പോഴത്തേക്കും കുട്ടികളെല്ലാം ഓടി വന്ന് നമ്മൾക്ക് അയാളെ പാട്ട് കേൾക്കാൻ കഴിയും. கோழிக்குஞ்சு ஓடியோடி விளையாடுவேன் என்று சொன்னமா கோழிக்குஞ்சு. അർത്ഥം മനസ്സിലായോ? വിരട്ടി പിടിക്കുമ്പോൾ എന്നാ சொன்னமா கோழிக்குஞ்சு ஓடி விளையாடுவேன் என்று சொன்னமா கோழிக்குஞ்சு. എന്റെ മലയാളം എന്താണെന്നറിയോ? ഓടിച്ചിട്ട് പിടിക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ്? എന്താ പറഞ്ഞേ? ഓട്ട മത്സരം നടത്തുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ്. ഇങ്ങനെ പറയും കോഴിയത് കോഴിയാ, ഇവരില്ലാത്ത കോഴിയല്ലേ? ഇവരുടെ കോഴി പറയോ? ഒരാൾ ഓടിക്കാൻ നോക്കുന്ന എന്റെ ഓട്ട മത്സരം ഞാൻ ഒന്നാം സ്ഥാനം നടത്തുമെന്ന് പറയോ? എന്നെ ആരും ഓടിപ്പിക്കുന്നുണ്ട്, നോക്കണം, സൂക്ഷിക്കണം. ഒന്നുകിൽ തിരിഞ്ഞൊന്നും കൊത്തണം, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞില്ല നാട്ടുകാരെ വിളിച്ചു കൂട്ടണം. ഇതെന്തെങ്കിലും ചെയ്യണ്ടേ? ഇതിന് എന്താ പറയും? നമ്മുടെ വിവരമില്ലാത്ത കോഴി. നമ്മൾ വിവരമില്ലാത്ത കോഴികളാവാൻ പാടുണ്ടോ? ഉണ്ടാ? അത്യാവശ്യം വിവരം വേണ്ടേ? നോക്ക്, പണ്ട് തമിഴ്നാട്ടിൽ അവരിങ്ങനെ പാടി പറഞ്ഞ പാട്ട എന്തൊക്കെയാണ് ഇതിന്റെ രാഷ്ട്രീയം അല്ലേ? എന്തൊരു ശക്തമാണ് നോക്കുമല്ലേ? അല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും പ്രതികരണ ശേഷിയെ കുറിച്ചും പറയേണ്ടത് പാർട്ടികൾ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് മലയാളം ഒന്ന് കൈയടിക്കും. 1 2 3 4. അതല്ലേ? 1 2 3 4. എല്ലാരും കടിക്കും കേട്ടോ, കുട്ടികൾ മാത്രമാണെന്നല്ല, എല്ലാരും കടിക്കും. 1 2 3 start. 1 2 3 4. 1 ഓടിച്ചിട്ട് പിടിക്കുമ്പോ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ്? പാടണം, ഞാൻ ചുമ്മാ പാടുന്നു. എന്താണ്? ഓടിച്ചിട്ട് പിടിക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ്? തൂവല് പറയ്ക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ്? തൂവല് പറയ്ക്കുമ്പം
കോഴിക്കുഞ്ഞ് കുപ്പായമോരുന്നേ കുപ്പായമോരുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് കുപ്പായമോരുന്നേ കുപ്പായമോരുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് കീറി മുറിക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് കീറി മുറിക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് എന്താ പറഞ്ഞേ ഇത് കാറ്റ് നിർത്തല് 1 2 3 4 ഓപ്പറേഷൻ നടത്തുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് ഓപ്പറേഷൻ നടത്തുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മസാല തേക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മസാല തേക്കും എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മേക്കപ്പ് ചെയ്യുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മേക്കപ്പ് ചെയ്യുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് എണ്ണയിലിട്ട് പോരിക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് എണ്ണയിലിട്ട് പോരിക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് എന്താ പറഞ്ഞേ നീന്തല് പഠിക്കുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് നീന്തൽ കറുമുറത്തുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് കറുമുറത്തുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മേലെ ലോകം കാണാൻ പോണേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മേലെ ലോകം കാണാൻ പോണേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് ഓടിച്ചിട്ട് പീഡിക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് ഓട്ട മത്സരം നടത്തും എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് തൂവല് പറയ്ക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് കുപ്പായമൂരും എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് കീറി മുറിക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് ഓപ്പറേഷൻ നടത്തും എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മസാല തേക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മേക്കപ്പ് ചെയ്യുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് എണ്ണയിലിട്ട് പൊരിക്കുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് എന്താ പറഞ്ഞേ മേലോകല്ല എണ്ണയിലിട്ട് പൊരിക്കുമ്പോ നീന്തല് പഠിക്കുന്ന എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് കറുമുറത്തുമ്പം എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മേലെ ലോകം കാണാൻ പോണേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മേലെ ലോകം കാണാൻ പോണേ മേലെ ലോകം കാണാൻ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ് മേലെ ലോകം കാണാൻ പോണേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ്. നമ്മൾ നേരെ മേക്കപ്പ് റൂമിലേക്ക് പോയി ഗൈസ്. നമ്മൾ മേക്കപ്പിൻ്റെ സമയമായിട്ടില്ല. അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട് ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന്. ഞാൻ തലയാട്ടുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വേണ്ട എന്ന് പറയുകയാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പുറത്തുണ്ട് ഗൈസ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടോ ഗൈസ് പോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ താഴെ പോയിട്ട് ഇങ്ങനെ ചേട്ടന്മാർ കളിക്കുന്നത് കണ്ടപ്പോൾ നമുക്കും കളിക്കാൻ തോന്നി. നമ്മൾ കയറി നിന്ന് കളിക്കുകയാണ് ഗൈസ്. ഇപ്പം കറക്കാൻ പോവുകയാണ് ഗൈസ്. പമ്പരം കറങ്ങി എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കളിക്കുകയാണ് ഗൈസ്. അങ്ങനെ കളിക്കുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ്. അയ്യോ നിർത്ത് ഗൈസ്. അപ്പം നമ്മൾ നേരെ ഇനി സ്ലൈഡ് പോയി ഗൈസ്. ഒരേട്ടൻ്റെ കയ്യിൽ നിന്ന് ഫ്രൂട്ടി മറഞ്ഞു പോയി ഗൈസ്. ഒരു ആൻറ്റീനെ മെത്തുമായി ഞാനൊരു ബുദ്ധിപരമായ നീക്കി ഗൈസ്. 2-3 ഏട്ടന്മാരെയും എച്ചിമാരെയും ഒക്കെ ഞാൻ ആദ്യം ഇറക്കി വിട്ട് ഓരോ ചന്തിയുമ്മിൽ ആദ്യം ഫ്രൂട്ടി ആവട്ടെ ഗൈസ്. ഞാനില്ല വെക്കോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് പോയി. ഒരേട്ടനും കൂടെ വന്നപ്പോൾ ആ ഏട്ടനും കൂടെ പോയിട്ട് ഞാൻ സേഫായിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി ഗൈസ്. പിന്നെ ഒരു ഏട്ടനുണ്ട്, ആ ഏട്ടൻ ഇപ്പോൾ ചുമന്നുണ്ടോ നല്ലോണം ഫ്രൂട്ടി ആയിന് ഗൈസ്. ആ ഏട്ടൻ്റെ മെത്തു
പിന്നെ നമ്മൾ നേരെ പോയത് കുട്ടികളുടെ ഡാൻസ് കാണാനാണ് ഗൈസ്. നമ്മൾ ഡാൻസൊക്കെ കാണുകയാണ്. ഇത് ആദ്യം ഇവരെ ഡാൻസ് ആയതുകൊണ്ട് ഇവരെ ഡാൻസാണ് നമ്മൾ ആദ്യം കാണുന്നത്. എനിക്ക് കാണാൻ പറ്റിയില്ല ഗൈസ്, ഞാൻ മേക്കപ്പ് റൂമിലാണല്ലോ, ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ നമ്മൾ ആ ഡാൻസൊക്കെ നല്ല രീതിയിൽ കാണുകയാണ് ഗൈസ്. പിന്നെ സ്കേറ്റിംഗ് ആണ് ഗൈസ്. എൻ്റെ അടുത്ത് സ്കേറ്റിംഗ് ബോർഡാണ്, സ്കേറ്റിംഗ് ഷൂ നമുക്ക് വാങ്ങണം. സ്കേറ്റിംഗ് അടുത്ത പ്രാവശ്യം ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, സ്കേറ്റിംഗ് ഷൂ വാങ്ങിയതിന് ശേഷം. ഈഗോ ആണ് ഗൈസ്, ഈഗോ. അടുത്ത പ്രാവശ്യം ഞാൻ സ്കേറ്റിംഗ്. പിന്നെ ദഫമുട്ടാണ് ഗൈസ്, ദഫമുട്ടാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹൈ 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 മുട്ട്രാ മുട്ട്രാ, വേഗം മുട്ട് വേഗം മുട്ട്, അങ്ങനെ തന്നെ മുട്ട് മുട്ട് മുട്ട്. ഞാൻ പ്രഹോപിക്കുകയാണ് ഗൈസ്, ഇങ്ങനെ മുട്ട് മുട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രഹോപിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾക്ക് പിന്നെ ഒരു കുട്ടികളുടെ ഡാൻസാണ് ഗൈസ്. ലാസ്റ്റാണ് എൻ്റെ ഡാൻസ്, എന്ത് കഷ്ടമാണ് ഗൈസ്. ഒരു ഡാൻസ് കളിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ്. അങ്ങനെ മെല്ലെ മെല്ലെ ഡാൻസൊക്കെ കളിച്ച് എന്താ പ്രാർത്ഥിക്കുന്നു അല്ല ഗൈസ്. പിന്നെ ഡാൻസൊക്കെ അവർ നല്ല രീതിയിൽ കളിച്ചു ഗൈസ്. പിന്നെ എൻ്റെ മേക്കപ്പാണ് ഗൈസ്, അതാണ് ഗൈസ്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ആ കണ്ണ് കണ്ടോ ഗൈസ്, ആ കണ്ണ് ഉരുട്ടി നോക്കുന്നവനാണ് ഞാൻ. എന്നെ കണ്ടിച്ച് അങ്ങനെയൊന്നും വിചാരിക്കണ്ടേ, ഞാൻ പാവമാണ് ഗൈസ്. പിന്നെ കണ്ടോ ഗൈസ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ കളിക്കുകയാണ് ഗൈസ്. തോണി തുണയാണ്, തോണി തുഴയുകയാണ് ഗൈസ്. മെല്ലെ മെല്ലെ ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. പോയി, അയ്യോ എനിക്ക് തുഴയാൻ പറ്റിയില്ല. ഞാൻ അടുത്ത ഡാൻസ് ഗൈസ്. ഇത് എത്ര ഡാൻസാ, അതെന്താ ആദിവാസികളോ ഇങ്ങനെ ഡാൻസ് കളിക്കേ? ഹായ്, നല്ല ഡാൻസാണല്ലോ, പ്രയോഗിക്കട്ടെ. ഹൊയ് ഹൊയ്, വേഗം കളിക്കും, നല്ല ഡാൻസ്. പിന്നെ എൻ്റെ ഡാൻസായി ഇല്ല ഗൈസ്, ഞാൻ പ്രതീക്ഷിച്ചത് വെറുതെ ആയിപ്പോയി. പിന്നെ വലിയ ഏട്ടന്മാർ ഡാൻസായി ഗൈസ്, വലിയ ഏട്ടന്മാർ തകർത്തു ഗൈസ്. നല്ല ഡാൻസായിരുന്നു ഗൈസ്. താങ്ക് യു ഏട്ടന്മാരെ, നല്ല ഡാൻസായിരുന്നു. താങ്ക് യു, വളരെ താങ്ക് യു. പിന്നെ കുറേ കുട്ടികളുടെ ഡാൻസ് കണ്ടിട്ട് എനിക്ക് വിഷമമായി ഗൈസ്. എൻ്റെ ഡാൻസ് ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരയാണ് ഗൈസ്. പിന്നെ എൻ്റെ ലാസ്റ്റാണ് ഗൈസ്. ഈ കുട്ടികളുടെ ഡാൻസ് കണ്ടോ ഗൈസ്, നല്ല മനോഹരമായിട്ടില്ലേ ഗൈസ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കൊന്നും അറിയില്ല, തലയും ചൊറിഞ്ഞതാ പോകുന്നു കത്തെ. പിന്നെ നമ്മൾ ആ കുട്ടികൾ നല്ല രീതിയിൽ പൊള്ളിച്ചടിക്കിയിട്ടുണ്ട് ഡാൻസ്. ഹൊയ്, പിന്നെ കൊടയും ചൂടി നടക്കുന്നുണ്ടല്ലോ പറയുന്നു. കൊട എന്തിനാണെന്നറിയൂല ഗൈസ്. കൊട എന്തിനായിരിക്കും? എന്തെങ്കിലും പരിപാടിക്കായിരിക്കും കൊട. പിന്നെ തുള്ളുന്നു. ബല്ലേ മോനെ, ബല്ലേ ഒറ്റ അറ്റത്ത് പോയിരുന്നു തുള്ളുന്നു ഗൈസ്. പിന്നെ പ്രേതത്തിൻ്റെ കളിയാണ് ഗൈസ്. ആക്ടിങ് ആണ് ഗൈസ്, വെറുതെ പറഞ്ഞ പ്രേതമൊന്നുമില്ല. നിങ്ങളൊക്കെ അന്ധവിശ്വാസികളാണ് ഗൈസ്. ഇതൊരു റിപ്പീറ്റിംഗ് ഷോ ആണ് ഗൈസ്. പിന്നെ നമ്മൾക്ക് ജാപ്പനീസ് ഡാൻസ് ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെ. പഞ്ചാബാണ് ഗൈസ്, ഞാൻ വെറുതെ പറഞ്ഞ ജാപ്പനീസ് എന്ന്. പഞ്ചാബ് ഡാൻസ് നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ നല്ല കുട്ടികളാണ് ഗൈസ്. പഞ്ചാബ് ഡാൻസിനോട് വളരെ വളരെ നന്ദി. പഞ്ചാബ് ഡാൻസ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ മേക്കപ്പ് നിങ്ങളിപ്പോൾ കാണാം. ഫൈനൽ ടച്ച് 3, 2, 1 സ്റ്റാർട്ട്. ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ടച്ച്. ഇതാണ്, കണ്ടോ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഫൈനൽ ടച്ച് എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ലാസ്റ്റത്തെ ഫൈനൽ ലുക്ക് ഞാനിതാ ഗൈസ്. പിന്നെ ഇതാ പിയാനോ ആണ് ഗൈസ്. എനിക്ക് പിയാനോ ഒന്നും കാണാൻ പറ്റിയില്ല, എൻ്റെ അമ്മയാണ് റെക്കോർഡ് ചെയ്തത്. പിന്നെ എൻ്റെ ഡാൻസിൻ്റെ സമയമായി ഗൈസ്. ഞാനിങ്ങനെ മുഖം പൊത്തി പിടിക്കുകയാണ് ഗൈസ്. എൻ്റെ ഡാൻസിൻ്റെ സമയമായതുകൊണ്ട് ആരും എന്നെ വീഡിയോ എടുക്കരുത് എന്നുള്ള മട്ടിൽ. പിന്നെ എൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് കണ്ട് പിന്നെ എൻ്റെ ഡാൻസ് തുടങ്ങി ഗൈസ്. അവിടെ അറ്റത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് ഞാൻ ഗൈസ്, പ്രാർത്ഥിക്കുകയല്ല ഗൈസ്. ഫുൾ വീഡിയോ യൂട്യൂബിലിട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കാണണേ. പിന്നെ എൻ്റെ ഡാൻസ് നല്ല രീതിയിൽ കാണിക്കുകയാണ് ഗൈസ്. പിന്നെ ഒരു സീൻ സ്റ്റെപ്പ് ഉണ്ട്, അത് വരാൻ പോകുന്നതേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്താൽ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഗൈസ്. എന്താ റൊണാൾഡോൻ്റെ സ്യൂ ഇടുന്നു,
അതെന്താ ഗൈസ്? റൊണാൾഡോൻ്റെ സ്യൂ അവിടെ പോയി കാണുന്നില്ല ഗൈസ്. എന്താ? ചെണ്ട പരിശീലനം അങ്ങനെ കൊട്ടിപ്പോ അഞ്ച് കറങ്ങിക്കോ ഞാനടെ ഞാൻ എന്താ തവളച്ചാട്ടം ചാടുന്നു. സീൻ സ്റ്റെപ്പ് ഇതാണ് ഗൈസ്. ഞങ്ങൾ ചാടുന്ന സ്റ്റെപ്പാണ് ഗൈസ് ഞാൻ അപ്പോൾ പറഞ്ഞ സീൻ സ്റ്റെപ്പ്. പിന്നെ നമ്മൾ നേരെ എൻ്റെ പരിപാടി കഴിയാനായി ഗൈസ്. പിന്നെ നിലത്തിട്ടൊന്ന് ഉരുളി നോക്കി ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. ഫുൾ വീഡിയോ ചാനലുണ്ട്, അത് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്കും എല്ലാ ഫുൾ ഇതും കാണാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ അടിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ കുട്ടി പട്ടാളത്തിൻ്റെയാണ് ഗൈസ്. പട്ടാളത്തിൻ്റെ ഡാൻസാണ് ഗൈസ് ഇത്. പട്ടാളം കുട്ടിപ്പട്ടാളം നമ്മൾ രാജ്യനിതാദ്യം ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഡാൻസ് കഴിഞ്ഞു ഗൈസ്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ.